ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഇപ്പോഴത്തെ ക്രിസ്മസ് ഇപ്പം തന്നെ എത്തും. എല്ലാവരും അതിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങി കാണും അല്ലേ? നമുക്കിന്നൊരു 1/2 kg തൂക്കം വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, 1 ടീസ്പൂൺ വെള്ളം, കൊക്കോ പൗഡർ. ഇതെല്ലാം നല്ലപോലെ അരിച്ചെടുക്കാം. മിനിമം 3 തവണയെങ്കിലും അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അത് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കാം. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു മുട്ട കൊണ്ട് അത്ര ബീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്നാലും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര, ഞാൻ 3/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 1/2 കിലോ തൂക്കം വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ മതി. പിന്നെ നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കളറായിട്ടുള്ള റെഡ് കളർ, നല്ല സൂപ്പർ റെഡാണ് കേട്ടോ ഇത്. ഒരു 200 റുപ്പീസൊക്കെയാണ് ഈ ഒരു കളറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഈ കളറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 ഇഞ്ച് സൈസ് വരുന്ന ഒരു ബേക്കിംഗ് ട്രേയിലേക്ക്, ബേക്കിംഗ് ട്രേ അല്ല, വീട്ടിൽ തന്നെയുള്ള സാധാരണ പാത്രം, അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ എയർ ബബിൾസ് ഒക്കെ കളയാം. ഇതേപോലെ ഒരു ടൂത്ത് പിക്കർ കൊണ്ട് നല്ലപോലെ എയർ ബബിൾസ് കളയാം. പിന്നെ നമുക്ക് നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ തൊട്ട് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നല്ലപോലെ ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരെ ഓവനിലേക്ക് വെച്ചെടുക്കാം. ഇവിടെ ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കവർ പാൽ, അതായത് 1/2 ലിറ്റർ പാല് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1.5 നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി. അപ്പോൾ ബട്ടർ മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് അരിച്ചെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തപ്പോഴേക്കാണ് നമുക്ക് ഈ കാണുന്ന സൈസിൽ നമ്മുടെ ക്രീം ചീസ് കിട്ടിയത്. അപ്പോൾ ഈ ക്രീം ചീസ് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതും നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സമയത്ത് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും സൈസിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഡിസൈൻ ചെയ്യാം. കേക്ക് ഡെക്കറേഷൻ തുടങ്ങാം. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് മിനിമം ആ ഒരു സ്റ്റെപ്പുകൾ മാത്രം, ആ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ക്രീം ഒന്ന് ആ കേക്ക് ബേസിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഓരോ ലെയർ കേക്കും ഇതേപോലെ വെച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ തേച്ചെടുക്കാം. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേ സൈസിലെത്തും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 3 ലെയറും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇതിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല, ബട്ടർ മിൽക്കൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിക്കായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കവർ പാല് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1.5 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അപ്പോഴേക്ക് നമ്മുടെ പാല് പിരിയും. അതിനുശേഷം നമുക്കൊരു വെള്ള തുണിയിലേക്ക് ഈ ഒരു പാല്, അതായത് ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം അപ്പോഴേക്കും ഈ ആ പിരിഞ്ഞ സാധനങ്ങളൊക്കെ മുകളിൽ നമുക്ക് മര്യാദ കരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അത് നല്ലപോലെ തണുത്തളത്തിൽ നിന്ന് കഴുകിയെടുക്കുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചൊരു കട്ട പോലത്തെ രീതിയിൽ നമുക്ക് കിട്ടും. നല്ലപോലെ നമ്മൾ ക്ലീൻ ആക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ആ ബട്ടർ മിൽക്കിൻ്റെ ക്രീം ചീസ് നമ്മൾ തയ്യാറാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നില്ല ഡെക്കറേഷൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആദ്യം തന്നെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ കേക്ക് എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത് അല്ലേ. സിമ്പിളായിട്ട് അധികം കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ. അതുപോലെ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയതിന് ശേഷം ഓളും കൂടി അമർത്തുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ശരിക്കും ടാറ്റ.